എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കഴിഞ്ഞ ഒരു 10 കൊല്ലമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മിക്ക പ്രസ്താവനകളും മിക്ക പ്രതികരണങ്ങളും മിക്ക പ്രതിഷേധങ്ങളും ഓരോ മലയാളിക്കും നാണക്കേടുണ്ടാക്കുന്നതാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നാമത് പറയേണ്ട പേരാണ് SNDPയുടെ. അത് നാരായണ ഗുരു 1903 സ്ഥാപിച്ചത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. SNDPയുടെ സെക്രട്ടറി ആയിരുന്നത് 16 കൊല്ലം കുമാരനാശാനാണ്. പിന്നെ ആ സ്ഥാനത്തിരുന്ന ആളുകളാണ് CV കുഞ്ഞിരാമൻ, C കേശവൻ തുടങ്ങിയുള്ള വാസ്തവത്തിൽ നമ്മൾ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട തരത്തിലുള്ള വലിയ വ്യക്തിത്വം. പുതിയ പാരയായിരിക്കും. അവരൊക്കെ ഇരുന്ന കസേരയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് എന്നത് SNDPയുടെ ചരിത്രത്തിനും മലയാളികൾക്കൊക്കെ നാണക്കേടാണ്. എനിക്ക് മനസ്സിലായത് അദ്ദേഹം CPM-നും BJP-ക്കും ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ. കാരണം 10 കൊല്ലം മുമ്പ് BJP-യുടെ അലയായിട്ടുണ്ടായ BDJS ഉണ്ടാക്കിയതാരാ? വെള്ളാപ്പള്ളി നടേശൻ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മതദ്വേഷം ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമായിട്ട്. ഇപ്പോൾ ഏപ്രിൽ അദ്ദേഹം പറഞ്ഞതെന്താ? മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ പിണറായി വിജയൻ ഉത്തരവാദിത്തമുണ്ടോ? ഉത്തരവാദിത്തമുണ്ട്. എന്താ കാരണം വെച്ചാൽ 2022 രൂപീകരിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആക്കിയിട്ടുള്ളത് ഈ ചങ്ങാതിയാണ്. അതായത് അന്തസ്സായിട്ട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. PC ജോർജ് ഇതിനേക്കാൾ മോശമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ മോശമായിട്ട് പറയുന്ന ഒരാൾ PC ജോർജാണ്. അപ്പോൾ ഇത് ഈ നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാം. ഇതൊക്കെ BJP-ക്ക് വേണ്ടി ജോലി ചെയ്യാണ്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ? ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. BJP-ക്ക് വേണ്ടിയാണ് PC ജോർജ് ജോലി ചെയ്യുന്നത്. BJP-ക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ജോലി ചെയ്യുന്നത്. നാട്ടിൽ ഇനി ഞാനില്ല. വെള്ളാപ്പള്ളി നടേശന് ആളുകൾക്ക് പാർട്ടിയോ സംസ്കാരമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വമോ ഒന്നുമില്ല. അവർക്ക് ജാതി മാത്രമേ ഉള്ളൂ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. PC ജോർജ് ആണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ഏറ്റവും നിന്ദിച്ച് കുത്തിപ്പറയുക, കെടുത്തിപ്പറയുക മുസ്ലിങ്ങളാണ്. എന്താ കാരണം? പ്രകോപനം ഉണ്ടാക്കുകയാണ്. അതിന്റെ കൂലി അവർക്ക് BJP-ന്ന് കിട്ടും. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. ഞാനത് ആവർത്തിക്കുകയാണ്. BJP-ക്കും CPM-നും ഇടയിലുള്ള പ്രധാനപ്പെട്ട പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതുകൊണ്ടാണ് ഈ തരത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി നിരന്തരം പ്രസ്താവന ഇറക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന വകയിൽ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് പിണറായി വിജയനോ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാരോ ഒരക്ഷരം മിണ്ടാത്തത്. ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഒരക്ഷരം മിണ്ടൂല. എന്താ കാരണം? അതിൻ്റെ കാര്യമുണ്ട്. കാരണം അവർക്ക് BJP-യുമായുള്ള CPM-ന്റെ അന്തർധാര എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിൽ നോക്കിയാൽ കാണുന്ന ഒരു അന്തർധാരയാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. ഇത്തരം പ്രസ്താവനകൾക്കെതിരായിട്ട് കേസെടുക്കാൻ ഈ നാട്ടിൽ വകുപ്പുണ്ട്. അദ്ദേഹം 30 കൊല്ലം SNDPക്ക് വേണ്ടി എന്താ ചെയ്തത്? അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? മതനിരപേക്ഷത എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ ശ്വാസം വിട്ടാണെന്നാ പറഞ്ഞത്. സഫക്കേറ്റിംഗ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ അതായിരുന്നു പറഞ്ഞത്. എന്തെല്ലാം ആളുകൾ ഉപയോഗിച്ചത്? പിന്നെ ഇവിടെ പറഞ്ഞു ഒരു പ്രത്യേക മതത്തിനെ കുറിച്ച് എന്താ പറഞ്ഞു? മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്ന പറഞ്ഞു. ഇപ്പൊ വാസൻ, അതേപോലെ തന്നെ IB ഈഡന്, അതേപോലെ കോൺഗ്രസിന്റെ പിന്നെ എന്താണ് ബാബു, ഇവരൊക്കെ എന്താ പറയുന്നത്? വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ആരെ മുമ്പിലും നിലപാട് പറയുന്ന ആള് എന്ത് നിലപാടാണ് ഇയാൾ ഈ പറയുന്നത്? ഇയാൾ നിലപാടാണ് പറയുന്നത്. കൊടും വിഷം പറയുന്ന ഒരാളെ ആർജമുള്ള ആളെന്ന് പറയാൻ പാടില്ല. ഈ ബാബുവും ഈഡനൊക്കെ ചെയ്തത് വളരെ തെറ്റാണ്. ഒരു മതനിരപേക്ഷ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളൊക്കെ നാളെ മത്സരിക്കേണ്ടവരാ. നിരപേക്ഷ സമൂഹത്തിന് വോട്ട് ഇവർക്ക് വേണ്ടി. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം. അത് എത്ര വലിയ സുജായിയായും ഇമ്മാരി കൊടും വിഷയം പറയുന്ന തമ്മടിത്തം പറയുന്ന ഒരു വ്യക്തിയെ വാനോളം പുകഴ്ത്തുകയാണെങ്കിൽ കേരളത്തിലെ ജനത ഇഷ്ടപ്പെടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പെറ്റുകൂട്ടുന്നു പറഞ്ഞു. ഈ പെറ്റുകൂട്ടിയ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ സഹായം കൊണ്ടാണ് ഇയാളുടെ മകൻ ദുബായിൽ നിന്ന് അഴിയുടെ ഉള്ളിലാകണ്ട, ജയിലിലാകണ്ട.
ആരാ രക്ഷിച്ചത്? ഈ പെറ്റുകൂട്ടുന്ന സമുദായത്തിൽപ്പെട്ട MA യൂസുഫ് അലിയാണ് കഴിച്ചിലാക്കിയത്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ. അതേപോലെ കാന്തപുര ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യൻ ഇപ്പൊ ഈ സമീപകാലത്ത് ചെയ്ത സേവനം എന്താണ്? ചിന്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. അദ്ദേഹവും ജിഫ്രി തങ്ങളും TP അബ്ദുൽ കോയമതിരിയും ഹുസൈൻ അടവൂരും പാണക്കാട് അവരൊക്കെ സംസാരിക്കുന്ന ഭാഷ എത്ര സൗമ്യമായ രീതിയിലാണ്. അവർക്ക് ആർക്കും മറ്റു ഇതര മതസ്ഥർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന, വിഷമുണ്ടാകുന്ന എന്ത് വാക്കുകൾ അവരെ വായിന്ന് വരാനുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഇയാളിപ്പോ SNDP ഈഴവരെ കാര്യം പറയുന്നില്ലല്ലോ. കാന്തപുരം ഒരു പിന്നെ വലിയൊരു നഗരി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇയാൾക്ക് കഴിയുമോ? ഞാൻ മലയാള അധ്യാപകനായിരുന്നു. കുമാരനാശാൻ്റെ കൃതികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൂട്ടത്തിലേക്ക് ദയവായിട്ട് ആശാനൊന്നും കൊണ്ടുവരരുത്. എന്താ ആ പ്രതീക്ഷയും ഞാൻ പറഞ്ഞത് ആദ്യത്തെ 16 കൊല്ലത്തെ സെക്രട്ടറി ആയിരുന്നു ആശാൻ. അവിടെ ഇരിക്കുന്ന ഒരാളാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ സ്വയം ഓർമ്മിക്കേണ്ടതുണ്ട്. മലയാളികൾക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടി വരും. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ആശാനെ പറ്റിയോ കുഞ്ഞിരാമനെ പറ്റിയോ സി കേശവനെ പറ്റിയോ ഒക്കെ ബഹുമാനമുള്ള മലയാളികൾക്ക്, അങ്ങനെയാണ് മഹാഭൂരിപക്ഷം മലയാളികൾ എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ അവർക്ക് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ നാണക്കേട് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു സംശയമില്ല. കാരണം ആ സ്ഥാനത്തിരുന്ന് ഇത്ര അന്തസ്സില്ലാതെ സംസാരിക്കാൻ വിമർശിക്കേണ്ടെന്ന് ആരും പറയില്ല, പറയാൻ പാടില്ല. വിമർശനം വസ്തുനിഷ്ഠമാവണം. പിന്നെ അത് ഒരിക്കലും ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാനാവരുത്. നാരായണഗുരുവിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ SNDP ഉണ്ടാക്കിയത്. അതിനകത്ത് അന്ന് പല ജാതിക്കാരുണ്ടായിരുന്നു, പല മതക്കാരുണ്ടായിരുന്നു ഒക്കെ പറയുന്നത് ഇന്നിപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. മതപണ്ഡിതന്മാർ പറയും പോലെയാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് അദ്ദേഹം ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. ആ കുറ്റം പറയേണ്ടതാണ്. ആ കുറ്റം പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മിക്കേണ്ടതുണ്ട്, മതപണ്ഡിതന്മാരെ പോലെ തന്നെ സമുദായ നേതാക്കന്മാരും മന്ത്രിസഭകളെ അല്ലെങ്കിൽ മന്ത്രിമാരെ ഭരിക്കാൻ നോക്കുന്ന സമാന്തര ഭരണകൂടം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എന്തും പറയാം എന്ന തരത്തിൽ ഇടയ്ക്ക് NSSന്റെ സെക്രട്ടറി സുകുമാരൻ നായർ പെരുമാറാറുണ്ട്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. പലപ്പോഴും SNDP സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പെരുമാറാറുണ്ട്. അപ്പോ ആ തരത്തിൽ കാന്തപുരമോ അതുപോലെ മറ്റ് പാലയിലെ ബിഷപ്പോ ഒക്കെ രാഷ്ട്രീയത്തിൽ ആധികാരികമായ സ്വരത്തോടു കൂടി വന്ന് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ പേരിൽ എന്നെപ്പോലെ എല്ലാ ആളുകളും അതിനെ എതിർക്കും. എതിർക്കുന്നത് വ്യക്തിപരമല്ല, തീർച്ചയായിട്ടും സമുദായ സംഘടനാ നേതാക്കന്മാരോ മതപണ്ഡിതന്മാരോ പുരോഹിതന്മാരോ നമുക്കൊരു സമാന്തര ഭരണം തരുന്നത് ശരിയല്ല. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.